നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതേ പാറ്റേണിലുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. നേരത്തെ ഡീറ്റെയിൽസ് പോലെ തന്നെയാണ് തന്നിരിക്കുന്നത്. ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്, പർച്ചേസ് തന്നിട്ടുണ്ട്, അതുപോലെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഉള്ളത് തന്നിട്ടുണ്ട്, പിന്നെ കുറേ ഓഫീസ് എക്സ്പെൻസസും സെല്ലിംഗ് എക്സ്പെൻസസ് ഡിപ്രീസിയേഷൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രെഡിറ്റ് സൈഡിലും സെയിൽസ് തന്നിട്ടുണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക്, ഡിവിഡൻഡ്, റിസീവ്ഡ്, കമ്മീഷൻ, അക്രൂഡ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് ആ ഐറ്റംസും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറയണം, ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം എന്താണ് ചെയ്യേണ്ടത്, ഏതൊക്കെ ഐറ്റംസ് ആണ് എവിടേക്കാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നിരിക്കുന്ന ഓപ്പണിംഗ് സ്റ്റോക്ക് ഒരു സ്ഥലത്തും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ ആവശ്യം ഇല്ല. അടുത്ത പർച്ചേസ് ഉണ്ട്, അത് നമ്മുടെ ക്യാഷ് പേയ്മെൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ അണ്ടറിൽ എഴുതണം, ക്യാഷ് പേയ്മെൻറ്റിൻ്റെ അണ്ടറിലാണ് എഴുതേണ്ടത്. ദെൻ വേജസ് നമ്മുടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ്, അതും നമ്മുടെ ക്യാഷ് പേയ്മെൻറ്റിൻ്റെ അണ്ടറിലാണ് എഴുതേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക, അഡ്ജസ്റ്റ്മെൻറ്റ് ഇല്ലാത്ത 2,20,000 ആയിരിക്കും നമ്മൾ എഴുതേണ്ടതായിട്ട് വരിക. ഔട്ട്സ്റ്റാൻഡിങ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. ദെൻ സാലറി ഉണ്ട്, അതും ആ എമൗണ്ട് തന്നെ 1,10,000 എഴുതിയാൽ മതി. സാലറിക്ക് ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്, പ്രീപെയ്ഡ് ഉണ്ട്, ഇതൊന്നും നമ്മൾ ഇപ്പോൾ കൺസിഡർ ചെയ്യേണ്ട. ഇത് അഡ്ജസ്റ്റ്മെൻറ്റിലാണ് തന്നിരുന്നത് എങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യണമായിരുന്നു. പക്ഷെ ഇതിപ്പോൾ അക്കൗണ്ടിൻ്റെ ഉള്ളിലായതുകൊണ്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. ദെൻ ഓഫീസ് എക്സ്പെൻസസ് ഉണ്ട്, അത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ്, അപ്പോൾ പേയ്മെൻറ്റ്സിന് അണ്ടറിൽ എഴുതാം. സെല്ലിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ് ഉണ്ട്, അതും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ്, അതിൻ്റെ അണ്ടറിൽ എഴുതാം. ഡിപ്രീസിയേഷൻ നോൺ ക്യാഷ് ഐറ്റം ആണ്, അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ടാക്സ് പെയ്ഡ് നമ്മൾ പ്രൊഫോമ പ്രകാരം ടാക്സ് പെയ്ഡ് ഏറ്റവും ലാസ്റ്റ് ലെസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ട്, അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കാം. റെസിപ്റ്റ്സും പേയ്മെൻറ്റും ഒക്കെ കഴിഞ്ഞ് ലെസ് ചെയ്തതിന് ശേഷം ടാക്സും നമുക്ക് ലെസ് ചെയ്യേണ്ടതായിട്ട് വരും. ദെൻ പ്രിലിമിനറി എക്സ്പെൻസസ് റിട്ടേൺ ഓഫ് നമ്മൾ നേരത്തെ പഠിച്ചു നോട്ടിൽ. പ്രിലിമിനറി എക്സ്പെൻസസ് റിട്ടേൺ ഓഫ്, ഗുഡ്വിൽ എക്സ്പെൻസസ് റിട്ടേൺ, ഗുഡ്വിലൊക്കെ നമ്മൾ റിട്ടേൺ ഓഫ് ഒക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യണം, അപ്പോൾ അത് എടുക്കണ്ട. അടുത്ത ഗുഡ്വിൽ റിട്ടേൺ ഓഫ്, അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ നെറ്റ് പ്രോഫിറ്റ്, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതൊക്കെയാണ് പേയ്മെൻറ്റ്സിന് അണ്ടറിൽ വരുന്നത്. പർച്ചേസ് വരും, വേജസ്, സാലറി, ഓഫീസ് എക്സ്പെൻസസ്, സെല്ലിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ്, ഇത്രയൊക്കെയാണ് ക്യാഷ് പേയ്മെൻറ്റ്സിന് അണ്ടറിൽ വരിക. ദെൻ ക്യാഷ് റെസിപ്റ്റ്സ് നോക്കാം. അപ്പോഴത്തെ ആദ്യം സെയിൽസ് ആണ് കിടക്കുന്നത്. സെയിൽസ് നമുക്കറിയാം ക്യാഷ് റെസിപ്റ്റ് ആണ്, ആകെയുള്ള മെയിൻ ഐറ്റം തന്നെയാണ് ക്യാഷ് റെസിപ്റ്റ്, അപ്പോൾ ആ ക്യാഷ് റെസിപ്റ്റിന് അണ്ടറിലാണ് അത് എഴുതേണ്ടത്. ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. ദെൻ ഡിവിഡൻഡ് റിസീവ്ഡ്, അതും നമ്മുടെ നേരത്തെ പ്രോബ്ലത്തിൽ ചെയ്തോണ്ട് നമ്മുടെ ബിസിനസ് എന്ന് പറയുന്നത് ഡിവിഡൻഡ് റിസീവ് ചെയ്യലല്ല, അപ്പോൾ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. ദെൻ കമ്മീഷൻ അക്രൂഡ്, നമുക്ക് അക്രൂഡ് ആയിട്ടുള്ള കമ്മീഷൻ ഉണ്ട്, അത് നമ്മുടെ ഓപ്പറേറ്റിംഗ് ബിസിനസ് അല്ല. കാരണം കമ്മീഷൻ എന്താണ്, കമ്മീഷൻ അക്രൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ നേരത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ് ഒന്നും എടുത്തില്ലല്ലോ, അതുപോലെ തന്നെ ഇവിടെയും കമ്മീഷൻ അക്രൂഡ് നമ്മൾ എടുക്കേണ്ട ആവശ്യം ഇല്ല. ദെൻ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് മിഷനറി, നേരത്തെ പ്രോബ്ലത്തിൽ ലോസ് ഓൺ സെയിൽ ഓഫ് അസറ്റ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ അതിന് നേരത്തെ നഷ്ടമായിരുന്നു, ഇവിടെ ലാഭമാണ്. ലാഭമായാലും നഷ്ടമായാലും അത് നമ്മുടെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി അല്ല. നമ്മുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് സെയിൽസ് നടത്തലാണ്. അത് ഫിക്സഡ് അസറ്റിൻ്റെ സെയിൽസ് ഒന്നല്ല, ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ സെയിൽസ് മാത്രം. അപ്പോൾ അതും ഇവിടെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെയും എന്ത് മാത്രം തന്നെയുള്ളൂ, സെയിൽസ് എന്ന് പറഞ്ഞൊരു ഐറ്റം മാത്രമുള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമുക്കത് പ്രകാരം നമുക്ക് എന്ത് പ്രിപ്പയർ ചെയ്യാം, നമുക്ക് ഫണ്ട് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്യാം. നെക്സ്റ്റ് പ്രോബ്ലം അതേ പാറ്റേണിലുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. ഡീറ്റെയിൽസ് തന്നിരിക്കുന്നു. പർച്ചേസ് ബ്രാക്കറ്റിൽ ക്രെഡിറ്റ് ആണ് പ്രത്യേകം പറഞ്ഞിരിക്കുന്നു. നമ്മൾ നേരത്തെ പിന്നെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് ആയിട്ട് തന്നെ എടുത്തു. ദെൻ വേജസ്, അതിൽ അഡീഷണൽ അതിൻ്റെ ഉള്ളിൽ ഔട്ട്സ്റ്റാൻഡിങ് തന്നിട്ടുണ്ട്. ദെൻ റെൻറ്റ് 13,000. ദെൻ പ്രീപെയ്ഡ് തന്നിട്ടുണ്ട്. ഓഫീസ് എക്സ്പെൻസസ് തന്നിട്ടുണ്ട്. ദെൻ സെല്ലിംഗ് എക്സ്പെൻസ് തന്നിട്ടുണ്ട്. ഗുഡ്വിൽ, ഡിപ്രീസിയേഷൻ, നെറ്റ് പ്രോഫിറ്റ്. ഇപ്പോഴത്തെ സെയിൽസ് ക്യാഷും ക്രെഡിറ്റും, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, അത്രയ്ക്ക് ഡീറ്റെയിൽസ് ആണ് തന്നിരിക്കുന്നത്. ഇനി അപ്പോൾ അതിൽ ഏതൊക്കെ ഐറ്റംസ് നമുക്ക് എടുക്കേണ്ടതായിട്ട് വരിക, പർച്ചേസ് എടുക്കണം, വേജസ് എടുക്കണം, റെൻറ്റ് എടുക്കണം, ഓഫീസ് എക്സ്പെൻസസ് എടുക്കണം, സെല്ലിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ് എടുക്കണം. ദെൻ ഗുഡ്വിൽ റിട്ടേൺ ഓഫ് എടുക്കണ്ട, അതുപോലെ ഡിപ്രീസിയേഷൻ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇപ്പോഴത്തെ സൈഡിലുള്ള സെയിൽസ് ക്യാഷും ക്രെഡിറ്റും നമ്മൾ എടുക്കണം. അത്രയ്ക്ക് ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഈ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ആവശ്യമുള്ളത്. ബാക്കിയൊന്നും നമുക്കിപ്പോൾ ആവശ്യമില്ലാത്ത ഐറ്റംസ് ആണ്. ഈ ഇത്രയ്ക്ക് ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക, ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് കണ്ടുപിടിക്കാം. ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടില്ല, അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് കുറച്ചും കൂടി ഉണ്ട്, അതുകൂടി നമുക്ക് നോക്കാം. അതിന് അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഡെപ്റ്റേഴ്സ് ഓൺ 1/4/2015 എമൗണ്ട് 24,000 തന്നിട്ടുണ്ട്. 31st March 2016 32,000 തന്നിട്ടുണ്ട്. ദെൻ ക്രെഡിറ്റേഴ്സ് ഓൺ 1/4/2015 18,000 ഓൺ 31st March 2016 22,000 തന്നിട്ടുണ്ട്. Then calculate cash flow from operating activities on 31st March 2016.
അപ്പോൾ ഡെപ്റ്റേഴ്സിനെയും ക്രെഡിറ്റേഴ്സിനെയും ഓപ്പണിങ്ങും ക്ലോസിങ്ങും തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യണം, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യണം. വേറെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, കുറേ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഒക്കെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പക്ഷേ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും തരാത്തത് കൊണ്ട്, അഡീഷണൽ ഇൻഫർമേഷൻ ഒന്നും തരാത്തത് കൊണ്ട് നമ്മൾ അതിന് പ്രത്യേകം സെപ്പറേറ്റ് അക്കൗണ്ട് വരയ്ക്കേണ്ട ആവശ്യമില്ല. 2 അക്കൗണ്ട്സ് വരച്ചാൽ മതി, ഡെപ്റ്റേഴ്സും ക്രെഡിറ്റേഴ്സും. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് വരയ്ക്കാം? ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് വരയ്ക്കാം. ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഞാൻ നേരത്തെ പറഞ്ഞോണം തന്നെ ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡിൽ എഴുതുക. ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞ് 24,000 എഴുതുക. ക്ലോസിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിൽ എഴുതുക. ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് 32,000 എഴുതുക. ഞാൻ അടുത്ത എന്താ നമ്മൾ ചെയ്യേണ്ടത്? ക്രെഡിറ്റ് സെയിലാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. ക്രെഡിറ്റ് സെയിൽ ആകുമ്പോൾ നമുക്ക് എന്താണ്? ഡെപ്റ്റേഴ്സ് ക്രെഡിറ്റ് സെയിൽ നടത്തുമ്പോൾ നമ്മുടെ ഡെപ്റ്റേഴ്സ് കൂടുന്നു. ഡെപ്റ്റേഴ്സ് കൂടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. സെയിൽസ് കൃത്യമായിട്ട് സ്പ്ലിറ്റപ്പ് തന്നിട്ടുണ്ട്. അതിൽ എന്ത് മാത്രം എടുത്താൽ മതി? ക്രെഡിറ്റ് സെയിൽ എടുത്താൽ മതി. എത്രയാണ്? 2,20,000. ക്രെഡിറ്റ് സെയിൽ 2,20,000 ഡെബിറ്റ് സൈഡിൽ എഴുതി. ടോട്ടൽ ചെയ്യുക. ബാലൻസിങ് ഫിഗർ ക്രെഡിറ്റ് സൈഡിൽ വന്നു. ഡെപ്റ്റേഴ്സിന് ബാലൻസിങ് ഫിഗർ ക്രെഡിറ്റ് സൈഡിൽ തന്നാൽ അതിൻ്റെ അർത്ഥം അത്രയ്ക്ക് എമൗണ്ട് കുറഞ്ഞു. കാരണം അതിന് ഡെബിറ്റ് ബാലൻസ് ആണുള്ളത്. അപ്പോൾ അത് ക്രെഡിറ്റ് ബാലൻസിങ് ഫിഗർ വന്നാൽ അതിൻ്റെ അർത്ഥം ആ എമൗണ്ട് അത്രയ്ക്ക് കുറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് കുറയുക? റെസിപ്റ്റ് ഫ്രം ഡെപ്റ്റേഴ്സ്. കാശ് തരാനുള്ളത് നമുക്ക് കാശ് തന്നിട്ടുണ്ടാവും. അപ്പോൾ റെസിപ്റ്റ് ഫ്രം ഡെപ്റ്റേഴ്സിന് എഴുതാം. ബ്രാക്കറ്റിൽ ബാലൻസിങ് ഫിഗർ എഴുതാം. ഡിഫറൻസ് എമൗണ്ട് 2,12,000 എഴുതി. അപ്പോൾ നമുക്ക് ആദ്യത്തെ അക്കൗണ്ട് പ്രകാരമുള്ള ഐറ്റം കിട്ടി. റെസിപ്റ്റ് ഫ്രം ഡെപ്റ്റേഴ്സ് 2,12,000. അടുത്ത് നമുക്ക് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് വരയ്ക്കാം. ക്രെഡിറ്റേഴ്സ് ലൈബിലിറ്റി ആയതുകൊണ്ട് ക്രെഡിറ്റ് ബാലൻസ് ആണ്. ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിൽ വരും. ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞ് 18,000 എഴുതി. ദെൻ ക്ലോസിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡിൽ വരും. ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞ് 22,000 എഴുതി. അപ്പോൾ ബാലൻസ് ബ്രോഡ് ഡൗണും ക്യാരി ഡൗണും എഴുതി. അടുത്തത് എന്താ നമ്മൾ എഴുതേണ്ടത്? ക്രെഡിറ്റ് പർച്ചേസ് ആണ് എഴുതേണ്ടത്. ക്രെഡിറ്റ് പർച്ചേസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ക്രെഡിറ്റേഴ്സ് കൂടി. ക്രെഡിറ്റേഴ്സിന് ക്രെഡിറ്റ് ബാലൻസ് ആണുള്ളത്. അത് കൂടണമെങ്കിൽ നമ്മൾ ഏത് സൈഡിൽ എഴുതണം? ക്രെഡിറ്റ് സൈഡിൽ തന്നെ എഴുതണം. അപ്പോൾ ക്രെഡിറ്റ് പർച്ചേസ് എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള മൊത്തം പർച്ചേസ് എത്രയാണ്? ക്രെഡിറ്റ് ആണ് ടോട്ടൽ ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ ക്യാഷ് പർച്ചേസ് ഇല്ല. അപ്പോൾ നമ്മൾ ടോട്ടൽ പർച്ചേസ് തന്നെ 2,10,000 ക്രെഡിറ്റ് സൈഡിൽ എഴുതി. ദെൻ ബാലൻസിങ് ഫിഗർ കണ്ടുപിടിക്കുക. ബാലൻസിങ് ഫിഗർ നമുക്ക് കിട്ടുന്നത് ഡെബിറ്റ് സൈഡിലാണ്. ഒരു ക്രെഡിറ്റേഴ്സിന് ബാലൻസിങ് ഫിഗർ ഡെബിറ്റ് സൈഡിൽ തന്നാൽ അതിൻ്റെ അർത്ഥം ആ ഒരു ഐറ്റം കുറഞ്ഞു. കുറയുന്നത് എങ്ങനെയാണ്? നമ്മൾ ക്രെഡിറ്റേഴ്സിന് പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ. അപ്പോൾ ബാലൻസിങ് ഫിഗർ ഡെബിറ്റ് സൈഡിലത്തെ ഐറ്റത്തിന് എന്ത് പേര് കൊടുക്കാം? നമുക്ക് പേയ്മെൻറ്റ് ടു ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞ് ബ്രാക്കറ്റിൽ ബാലൻസിങ് ഫിഗർ എഴുതാം. ഡിഫറൻസ് എമൗണ്ട് ആയിട്ട് നമുക്ക് എത്ര കിട്ടി? 2,06,000 കിട്ടി. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് ഐറ്റം കൊണ്ടുപോകാം. പേയ്മെൻറ്റ് ടു ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞ് 2,06,000 യൂസ് ചെയ്യാം. ഓക്കെ. ഇനി നമുക്ക് അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും തന്നിട്ടില്ല. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസിനെ കുറിച്ച് വേറെ അഡീഷണൽ ഇൻഫർമേഷൻ ഒന്നും തരാത്തത് കൊണ്ട് അതിൻ്റെ സെപ്പറേറ്റ് അക്കൗണ്ട്സ് ഒന്നും വരയ്ക്കേണ്ട. നമുക്ക് നേരെ സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കാം. നേരത്തെ നമ്മൾ ചെയ്ത പോലെ അഡ്ജസ്റ്റ്മെൻറ്റിലൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് നമുക്ക് നേരെ സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കാം. 3 കോളം പ്രൊവൈഡ് ചെയ്യുക. പെർട്ടിക്കുലേഴ്സ് എമൗണ്ട് 1 എന്ന് പറഞ്ഞിട്ട് ഓപ്പറേറ്റിംഗ് ക്യാഷ് റെസീപ്റ്റ്സിന് എഴുതുക. നമ്മൾ സാധാരണ ക്യാഷ് സെയിൽസ് ആണ് എഴുതാതെ. ക്വസ്റ്റ്യനിൽ സെയിൽസ് 2 എന്ന് പറഞ്ഞിട്ട് ക്യാഷും ക്രെഡിറ്റും ഉണ്ട്. പർച്ചേസ് മാത്രമാണ് ഒന്നുള്ളൂ എന്ന് പറഞ്ഞേക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എഴുതുക ക്യാഷ് സെയിൽസിന് എഴുതുക. എമൗണ്ട് 1,50,000. ബി എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ റെസിപ്റ്റ് ഫ്രം ഡെപ്റ്റേഴ്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൻ്റെ ബാലൻസിങ് ഫിഗർ ആയ 2,12,000 എഴുതി. വേറെ റോയൽറ്റി ഫീസ് റീഫണ്ട് ഒന്നും ഇല്ല. അപ്പോൾ നമുക്ക് ടോട്ടൽ ചെയ്യാം. അപ്പോൾ ടോട്ടൽ ഓഫ് ഓപ്പറേറ്റിംഗ് ക്യാഷ് റെസിപ്റ്റ് നമുക്ക് എത്ര കിട്ടി? 3,62,000 കിട്ടി. ദെൻ 2 എന്ന് പറഞ്ഞിട്ട് ഓപ്പറേറ്റിംഗ് ക്യാഷ് പേയ്മെൻറ്റ്സ് എഴുതാം. അതിൽ 1 നമ്മൾ സാധാരണ എഴുതാതെ ക്യാഷ് പർച്ചേസ് ആണ്. പക്ഷെ ഇവിടെ പർച്ചേസ് മൊത്തം ക്രെഡിറ്റ് ആണെന്ന് പറഞ്ഞതുകൊണ്ട് അത് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ എന്തെന്ന് എഴുതിയാൽ മതി? പേയ്മെൻറ്റ് ടു ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞ് നമ്മൾ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൽ ബാലൻസിങ് ഫിഗർ കണ്ടുപിടിച്ചത് എഴുതിയാൽ മതി. ദാറ്റ് ഈസ് 2,06,000. ഓക്കെ. പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുക. വേറെ എന്തൊക്കെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ് തന്നിരിക്കുന്നത് നോക്കുക. വേജസ് തന്നിട്ടുണ്ട്. അതിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് തന്നിട്ടുണ്ട്. പക്ഷെ അത് ഉള്ളിലാണ്, സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ നമ്മളത് ഇവിടെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ആഡ് ചെയ്യാത്ത എമൗണ്ട് ആണ് ഉപയോഗിക്കേണ്ടത്. ദാറ്റ് ഈസ് 34,000. ദെൻ രണ്ടും ഇതുപോലെ പ്രീപെയ്ഡ് തന്നിട്ടുണ്ട്. പക്ഷെ അത് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഉള്ളിലായതുകൊണ്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. അത് ലെസ് ചെയ്യാത്ത എമൗണ്ട് ആയ 13,000 ആണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. പിന്നെ ഓഫീസ് എക്സ്പെൻസസ് എഴുതണം 10,000. സെല്ലിംഗ് എക്സ്പെൻസസ് എഴുതണം 35,000. പിന്നെ വരുന്ന ഗുഡ് വിൽ റിട്ടേൺ ഓഫോ ഡിപ്രീസിയേഷനോ നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. അതുപോലെ ക്രെഡിറ്റ് സൈഡിൽ കിടക്കുന്ന പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. കാരണം അതൊന്നും നമ്മുടെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് അല്ല.
ഒരു ബിസിനസ് റൺ ചെയ്യണത് അതിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നില്ല. അപ്പോൾ ഗുഡ് വിൽ റൈറ്റ് ഓഫ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തില്ലെങ്കിലും ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. അതുപോലെ നമ്മുടെ ബിസിനസ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് വിൽക്കലും വാങ്ങലും അല്ല. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ലാഭമൊന്നും നമ്മുടെ ഓപ്പറേറ്റിംഗ് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ അതൊന്നും നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയും ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് ടോട്ടൽ ചെയ്താൽ നമുക്ക് ഓപ്പറേറ്റിംഗ് ക്യാഷ് പേയ്മെന്റിന്റെ ടോട്ടൽ കിട്ടും. ദാറ്റ് ഈസ് 2,98,000 കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻസ് കണ്ടുപിടിക്കണം. റിസീപ്റ്റ്സിൽ നിന്ന് പേയ്മെന്റ് ലെസ് ചെയ്യുക. ദാറ്റ് ഈസ് 2,62,000 നിന്ന് 2,98,000 ലെസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടി? 64,000 കിട്ടി. വേറെ അഡ്ജസ്റ്റ്മെന്റുകളൊന്നും പറയാത്തത് കൊണ്ട് അത് തന്നെയാണ് നമ്മൾ എന്ത് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. ദാറ്റ് ഈസ് 64,000 ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടിയത്. അപ്പോൾ ഇതിൽ അഡ്ജസ്റ്റ്മെന്റുകൾ കുറവാണ്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസിന്റെ അഡ്ജസ്റ്റ്മെന്റുകളൊന്നുമില്ല. ആകെ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും ഡെപ്റ്റേഴ്സ് അക്കൗണ്ടും മാത്രം പ്രിപ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് മെത്തേഡ്സിൽ കുറച്ച് മെത്തേഡുകളൊക്കെ നമ്മൾ പഠിച്ചു. ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് കണ്ടുപിടിക്കാനായിട്ട് 2 മെത്തേഡ്സ് ആണുള്ളത്, ഡയറക്റ്റ് മെത്തേഡും ഇൻഡയറക്റ്റ് മെത്തേഡും. അതിൽ ഡയറക്റ്റ് മെത്തേഡിൽ കുറച്ച് പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് മെയിൻ പ്രോബ്ലം ചെയ്യുമ്പോൾ അത് ചെയ്യാം. ഇനി നമുക്ക് ഇൻഡയറക്റ്റ് മെത്തേഡ് എന്താ, അതിൻ്റെ പ്രൊഫോമ മാത്രം ഒന്ന് നോക്കി വയ്ക്കാം. അപ്പോൾ അത് ഹെഡിങ് കൊടുക്കുക, ഇൻഡയറക്റ്റ് മെത്തേഡ്. പ്രൊഫോം ഇതുപോലെ തന്നെ കൊടുക്കുക. 3 കോളംസ് പ്രൊവൈഡ് ചെയ്യുക, പെർട്ടിക്കുലർ എമൗണ്ട് പ്രൊവൈഡ് ചെയ്യുക. ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കുറേ ഐറ്റംസ് ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് നമ്മൾ ഡയറക്റ്റ് മെത്തേഡിൽ നമ്മൾ എന്ത് മാത്രം എടുക്കണമല്ലോ? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും ഓപ്പറേറ്റിംഗ് ഇൻകംസും മാത്രം എടുക്കണമല്ലോ. അതിൽ എടുക്കാത്ത കുറേ ഐറ്റംസ് ഉണ്ട്. അതൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഇൻഡയറക്റ്റ് മെത്തേഡിൽ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് കണ്ടുപിടിക്കുക. ഏത് മെത്തേഡിൽ കണ്ടുപിടിച്ചാലും എമൗണ്ട് സെയിം ആയിരിക്കും, പക്ഷെ കാൽക്കുലേഷൻ്റെ പാറ്റേണിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞോണം ഡയറക്റ്റ് മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഒഴിവാക്കിയ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസും കൺസിഡർ ചെയ്തിട്ടാണ് ഇൻഡയറക്റ്റ് മെത്തേഡിൽ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി കണ്ടുപിടിക്കുക. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് തന്നിട്ടുണ്ടാവും, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. അതാണ് എഴുതേണ്ടത്. നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറഞ്ഞ് ഔട്ടർ കോളത്തിലെ എമൗണ്ട് എഴുതാം. അതിനോട് കൂടി എല്ലാ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആഡ് ചെയ്യുക, എല്ലാ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ലെസ് ചെയ്യുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. എല്ലാ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആഡ് ചെയ്യുക, എല്ലാ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ലെസ് ചെയ്യുക. അത് ഞാൻ അവിടെ ഏതൊക്കെയാണ് കോമൺ ആയിട്ട് വരുന്ന നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്നും ഇൻകംസ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അഡീഷണൽ ആയിട്ട് ചില പ്രോബ്ലത്തിൽ വേറെ വരുമ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു തരാം. കോമൺ ആയിട്ട് വരുന്നതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഡിപ്രീസിയേഷൻ വരാറുണ്ട്, പ്രൊവിഷൻ ഫോർ ടാക്സ്, ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് ഓർ ഇൻവെസ്റ്റ്മെന്റ്, ഗുഡ്വിൽ ഓർ പ്രിലിമിനറി എക്സ്പെൻസസ് റിട്ടേൺ ഓഫ്, ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ്. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് വരുന്ന ഒരു നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആയിട്ട് വരുന്നത്. ഇതൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ ഐറ്റംസ് ആണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ അതിനോട് കൂടി ആഡ് ചെയ്യാം. നമുക്കറിയാം ഇതൊക്കെ നമ്മൾ സാധാരണ കാണാറുള്ള നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകളാണ്. ദെൻ എന്ത് ചെയ്യണം? നമ്മൾ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ലെസ് ചെയ്യണം. ഏതൊക്കെയാണ് കോമൺ ആയിട്ട് വരുന്നത്? പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് ഓർ ഇൻവെസ്റ്റ്മെന്റ്, ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ് ഓഫ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്. നമുക്കറിയാം ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റും ഡിവിഡൻഡും ഒക്കെ നമുക്ക് ഓപ്പറേറ്റിംഗ് ഇൻകം അല്ല. നമ്മുടെ ബിസിനസ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് നടത്തലല്ല. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകവും നമ്മുടെ ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇത് രണ്ടുമാണ് സാധാരണ മെയിനായിട്ട് വരുന്ന ഐറ്റം. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് തന്നെയാണ്. അത് ഉണ്ടെങ്കിലും വേറെ ആ ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഇൻകം കിട്ടിയിട്ടുണ്ടെങ്കിലും അത് നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ക്യാഷ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ അഡ്ജസ്റ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടും. അതല്ല നമ്മുടെ ഫൈനൽ ആൻസർ. ഈ 2 അഡ്ജസ്റ്റ്മെന്റ് നമ്മുടെ കയ്യിലുള്ള നെറ്റ് പ്രോഫിറ്റിനോട് കൂടി നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആഡ് ചെയ്യുക, അതുപോലെ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ലെസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? ക്യാഷ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ അഡ്ജസ്റ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റിന് മുമ്പുള്ള ക്യാഷ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടി. ഇനി അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തതിനോട് കൂടി കറണ്ട് അസറ്റിലെ ഡിക്രീസും കറണ്ട് ലയബിലിറ്റീസിൻ്റെ ഇൻക്രീസും ആഡ് ചെയ്യാം. ആഡ് ഡിക്രീസ് ഇൻ കറണ്ട് അസറ്റ്, ഇൻക്രീസ് ഇൻ കറണ്ട് ലയബിലിറ്റി. നമ്മളിപ്പോൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ഷെഡ്യൂൾ വരയ്ക്കുമ്പോൾ നോക്കാറില്ലേ, കൂടിയോ കുറഞ്ഞോ നോക്കല്ലേ? അങ്ങനെ കറണ്ട് അസറ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഡ് ചെയ്യുക, കറണ്ട് ലയബിലിറ്റി കൂടിയിട്ടുണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം.
then less increase in current asset and decrease in current liability. അതേസമയം കറണ്ട് അസറ്റ് കൂടാണ് ചെയ്തതെന്ന് വെച്ചാൽ അത് ലെസ് ചെയ്യുക, അല്ലെങ്കിൽ കറണ്ട് ലൈബിലിറ്റി കുറയാണ് ചെയ്തതെന്ന് വെച്ചാൽ അതും ലെസ് ചെയ്യുക. ഈ രണ്ട് അഡ്ജസ്റ്റ്മെൻറ്റുകളും അതിനോടുകൂടി ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക, ആക്ച്വൽ ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി കിട്ടുക. ഓക്കെ, ചെറിയൊരു ഐഡിയ കുറവുണ്ടാവും, നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായിക്കോളും. ആദ്യം പ്രോഫിറ്റിനോട് കൂടി നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആഡ് ചെയ്യുക, നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ബിഫോർ അഡ്ജസ്റ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടും. ഇനി നമ്മൾ കറണ്ട് അസറ്റിൻ്റെയും കറണ്ട് ലൈബിലിറ്റിയും അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തണം. അതിൽ രണ്ട് ഐറ്റംസ് ആഡ് ചെയ്യണം. കറണ്ട് അസറ്റ് കുറഞ്ഞാലും കറണ്ട് ലൈബിലിറ്റി കൂടിയാലും ആഡ് ചെയ്യുക, കറണ്ട് അസറ്റ് കൂടിയാലും കറണ്ട് ലൈബിലിറ്റി കുറഞ്ഞാലും ലെസ് ചെയ്യുക. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും ഒരെണ്ണം പഠിക്കുക, അപ്പോൾ ഇവിടെ മറ്റേതോ അതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്താൽ മതി. ഇതും ആ ഡയറക്റ്റ് മെത്തേഡ്സിൽ തമ്മിൽ തെറ്റിക്കരുത്. പ്രീപെയ്ഡും ഔട്ട്സ്റ്റാൻഡിങ്ങും ഇതും സെപ്പറേറ്റ് ബൈ ഹാർട്ട് തന്നെ പഠിച്ചു വെക്കണം. അവിടെ നമ്മൾ എന്താ ചെയ്തത്, ഓപ്പറേറ്റിംഗ് ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ ബിഗിനിങ് ആഡ് ചെയ്തു, എൻഡ് ലെസ് ചെയ്തു. പ്രീപെയ്ഡ് ഉണ്ടെങ്കിൽ ബിഗിനിങ് ലെസ് ചെയ്തു, എൻഡ് ആഡ് ചെയ്തു. ഇവിടെ നമ്മൾ കറണ്ട് അസറ്റ് കുറഞ്ഞാലും കറണ്ട് ലൈബിലിറ്റി കൂടിയാലും ആഡ് ചെയ്യുക, കറണ്ട് അസറ്റ് കൂടിയാലും കറണ്ട് ലൈബിലിറ്റി കുറഞ്ഞാലും ലെസ് ചെയ്യുക. ഈ അഡ്ജസ്റ്റ്മെൻറ്റ് കൂടി ചെയ്ത് ബാക്കി കിട്ടുന്ന എമൗണ്ട് ആണ് നമ്മുടെ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഇൻഡയറക്റ്റ് മെത്തേഡിൽ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി വന്നോളും. കുറച്ചധികം പ്രോബ്ലംസ് നമ്മൾ ഈ മെത്തേഡിൽ ചെയ്യും, അപ്പോൾ നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലായിക്കോളും. ഓക്കെ, താങ്ക് യു.